ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയർ ആണ്. ആസ് ദ നെയിം സജസ്റ്റ്, എപ്പോഴാണ് മാക്സിമം പവർ റിസീവ് ചെയ്യുന്നത് ലോഡ് എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു തിയറമാണിത്. അപ്പൊ ഇതിൽ എന്താ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡി സി സർക്യൂട്ട്സിന്റെ കേസിലാണെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് ആർ എൽ എന്ന് നമുക്ക് വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം. ഡി സി സർക്യൂട്ട്സിന്റെ കേസിലാണെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് ആർ എൽ ഈസ് ഈക്വൽ ടു ഇന്റേണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ തെവെനിൻ റെസിസ്റ്റൻസ് VTH ആവുമ്പോഴാണ് മാക്സിമം പവർ ലോഡ് റിസീവ് ചെയ്യുന്നത്. അതേസമയം AC സർക്യൂട്ടിലാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് റെസിസ്റ്റൻസ് നമുക്കുള്ള ടേം എന്ന് പറയുന്നത് എന്താണ്? ഇംപിഡൻസ് ആണ്. ആ ഇംപിഡൻസ് തന്നെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ഇംപിഡൻസ് ആണെങ്കിൽ, അതായത് റിയൽ പാർട്ടും ഉണ്ടാവും ഇമാജിനറി പാർട്ടും ഉണ്ടാവും. അതിലത്തെ ഇമാജിനറി പാർട്ടിന്റെ സൈൻ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളത്, അതാണ് കോംപ്ലക്സ് കോൺജുഗേറ്റ്. R+JX എന്ന പേരുള്ള ഒരു ഇംപിഡൻസ് ആണ് നമുക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത് Z കോൺജുഗേറ്റ് എന്ന് പറയുന്നത് R-JX ആയിരിക്കും. അപ്പൊ ഈ ഇമാജിനറി ടേംസ് രണ്ടും ക്യാൻസൽ ആയി പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഡി സി നെറ്റ്വർക്കിന്റെ കേസിൽ ലോഡ് റെസിസ്റ്റൻസ് RL ഇന്റേണൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ തെവെനിൻ റെസിസ്റ്റൻസിന് ഈക്വൽ ആവുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ലോഡ് മാക്സിമം പവർ റിസീവ് ചെയ്യുന്നത്. അതേസമയം AC സർക്യൂട്ടിലാവുമ്പോൾ ഇംപിഡൻസ് ആണ് വരിക, അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഇംപിഡൻസ് ആണ് വരിക എന്നുള്ളതും ആലോചിച്ച് വെക്കുക. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഇൻ DC സർക്യൂട്ട്സ് നോക്കാം. DC സർക്യൂട്ട്സിന്റെ കേസിൽ നമ്മൾ തെവെനിൻസ് തിയറം അനുസരിച്ച് ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സും ഒരു റെസിസ്റ്റൻസും വെച്ചിട്ട് നമുക്ക് ഹോൾ സർക്യൂട്ടിനെ എന്ത് ചെയ്യാൻ പറ്റും? റീപ്ലേസ് ചെയ്യാൻ പറ്റും. ആ വോൾട്ടേജും റെസിസ്റ്റൻസും ആണ് VThevenin RThevenin എന്നുള്ളതിന്റെ VTH RTH ആയിട്ട് ഈ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് RL ആണ്. ഇതിന്റെ കേസിൽ നമുക്ക് IL-ന്റെ ഫോർമുല ഇതാണെങ്കിൽ IL ഇസ് ഈക്വൽ ടു VTH ഡിവൈഡഡ് ബൈ RL പ്ലസ് RTH ആയിരിക്കും. കറക്റ്റ് അല്ലേ? V ബൈ R ചെയ്യണു. V ഈക്വൽ ടു IR എന്ന് പറയുന്ന ഓംസ് ലോന്ന് I ഇസ് ഈക്വൽ ടു V ബൈ R എന്നുള്ള ഫോർമുല എടുത്തിട്ടാണ് ഈ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുള്ളത് നമ്മൾ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പവറിന്റെ ഇക്വേഷൻ ഇതാണ്. പവർ എന്ന് പറയുന്നത് IL²R എന്ന് എഴുതാലോ. നമുക്ക് IL² RL എന്ന് എഴുതാലോ. IL² IL-ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ VTH² ഡിവൈഡഡ് ബൈ RL പ്ലസ് RTH ഹോൾ സ്ക്വയർ ഇൻറ്റു RL എന്ന് വരും. മാക്സിമം പവർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താണ്? പുട്ട് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ലോഡ് റെസിസ്റ്റൻസ് ഡെറിവേറ്റീവ് ഓഫ് P 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കണ്ടീഷൻ ഫോർ മാക്സിമം പവർ കിട്ടുക. VThevenin സ്ക്വയർ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു RL കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. അപ്പൊ അതിനെ പുറത്തേക്ക് എടുത്തു. പിന്നെ ബാക്കിയുള്ളത് D/DRL ഓഫ് എന്താണ്? RL ഡിവൈഡഡ് ബൈ RL പ്ലസ് RTH ഹോൾ സ്ക്വയർ. ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത്. ഡെറിവേറ്റീവിന്റെ നമ്മുടെ സാധാരണ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്തു. അപ്പം നമുക്ക് ഡെറിവേറ്റീവ് കിട്ടി. ഇനി ഇതിനെ ഇക്വേറ്റ് ടു 0 ആണ്. അതില് RL പ്ലസ് RTH എന്ന് പറയുന്ന ടേം രണ്ടിലും വരുന്നുണ്ട് കോമൺ ആയിട്ട്. അപ്പൊ VTH² കൂടാതെ നമുക്ക് ഒരാളെയും കൂടി പുറത്തേക്ക് എടുക്കാം, RL പ്ലസ് RTH. പിന്നെ RL പ്ലസ് RTH ഒന്നാമത്തെ ടേമിൽ ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്, -2 ഇൻറ്റു RL ബാക്കിയുണ്ട് ഡിവൈഡഡ് ബൈ RL പ്ലസ് RTH സ്ക്വയർ ഹോൾ സ്ക്വയർ. ഇവിടെ RL പ്ലസ് RTH ആയിട്ട് ക്യാൻസൽ ആയി പോയി.
ഇത് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേം പർട്ടിക്കുലർ ടേം ഈക്വൽ ടു 0 എന്നാണ് അർത്ഥം. അപ്പോൾ RL പ്ലസ് RTH minus 2 times RL is equal to 0 implies RL is equal to RTH. ഇതാണ് മാക്സിമം പവറിന്റെ കണ്ടീഷൻ. എന്താണ് ലോഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് തെവെനിൻസ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസിന് ഈക്വലന്റ് ആവുമ്പോഴാണ് മാക്സിമം പവർ ഡെലിവർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഡെലിവർ ചെയ്യുന്ന മാക്സിമം പവറിന്റെ വാല്യൂ കൂടെ നോക്കാം. P max is equal to VTH square divided by RL plus RTH whole square into RL ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതില് put RL equal to RTH സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക? VTH സ്ക്വയർ ഡിവൈഡഡ് ബൈ 2RL അല്ലെങ്കിൽ 2RTH ഹോൾ സ്ക്വയർ ഇൻറ്റു RTH which is equal to VTH സ്ക്വയർ ഡിവൈഡഡ് ബൈ 4RTH. അപ്പൊ നമുക്ക് ഡയറക്റ്റ് പി മാക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പി മാക്സിന്റെ മാക്സിമം പവറിന്റെ വാല്യൂ കൂടെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിക്കുന്നത്. ഓക്കെ, അതേസമയം AC സർക്യൂട്ടിലാണെങ്കിൽ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം അനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ZS ഇംപിഡൻസ് ആണ് ഉണ്ടാവുക. സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് സിനുസോയ്ഡൽ വേവ് ഫോം ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോഴ്സ് ഇംപിഡൻസ് RS പ്ലസ് JXS ആണെങ്കിൽ നമ്മുടെ ZL എന്തായിരിക്കണം? ഇമാജിനറി ടേം ക്യാൻസൽ ആയി പോകുന്ന തരത്തിലായിരിക്കണം. അതായത് RS മൈനസ് JXS ആയിരിക്കണം മാക്സിമം പവർ ഡെലിവറി ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ. നമുക്ക് ഇതുവരെ DC സർക്യൂട്ടിൽ മാത്രമാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. എന്നിരുന്നാലും AC സർക്യൂട്ടിന്റെ നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ചെയ്യാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മെൻഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് maximum power from a source to load when its Thevenin equivalent resistance is ഇവിടെ എന്താണെന്നാണ് ചോദിക്കുന്നത്. ലോഡ് റെസിസ്റ്റൻസും തെവെനിൻ ഇക്വാലന്റ് റെസിസ്റ്റൻസും എങ്ങനെയാവണമെന്നാണ് നമ്മൾ പഠിച്ചത്? ഈക്വൽ. RL is equal to RTH ആവുന്ന കണ്ടീഷനിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മാക്സിമം പവർ. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? ഈക്വൽ ടു. ഓക്കെ, next question. Resistance load being connected to a DC network receives maximum power when load resistance is equal to internal resistance of source network as seen from the load terminals. ഇത് എന്ത് തിയറാണ്? മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ഇതൊക്കെ കേരള PSCയുടെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കി നോക്കാം. ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്, മാക്സിമം പവർ ട്രാൻസ്ഫർ ടു ലോഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം? തെവെനിൻസ് വോൾട്ടേജ്, ഇവിടെ ആകെ ഒരു വോൾട്ടേജ് സോഴ്സേ ഉള്ളൂ 20 വോൾട്ടിന്റെ. അപ്പൊ തെവെനിൻസ് വോൾട്ടേജ് എന്തായിരിക്കും? 20 വോൾട്ട് ആയിരിക്കും. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിലും ലോഡ് റെസിസ്റ്റൻസ് കൂടാതെ RThevenin എന്ന് പറയാനായിട്ട് ഇവിടെ ആകെ ഒരു റെസിസ്റ്റൻസേ ഉള്ളൂ 5 ഓം. അപ്പോ VTHന്റെയും RTHന്റെയും വാല്യൂ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്സിമം പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ പോരെ? VTH സ്ക്വയർ ഡിവൈഡഡ് ബൈ 4RTH which is equal to 20 into 20 divided by 4 into 5 which means 20 watt. ആൻസർ കിട്ടിയില്ലേ? മാക്സിമം പവർ എന്താണ്? 20 വാട്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ ആണിത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലും മാക്സിമം പവർ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് നേരത്തേക്കാളും കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. ഇവിടെ ഒരു കറണ്ട് സോഴ്സും പാരലായിട്ട് റെസിസ്റ്റൻസും വരുന്നുണ്ട്. അതിനെ നമുക്കൊരു വോൾട്ടേജ് സോഴ്സും സീരീസ് ആയിട്ടുള്ള റെസിസ്റ്റൻസും ആയിട്ട് മാറ്റാം. കാരണം നമുക്ക് വോൾട്ടേജ് സോഴ്സ് ആണ് വേണ്ടത്, V ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ കറണ്ട് സോഴ്സ്
2 into 2 ampere, I into R ചെയ്യുമ്പോൾ V, which is equal to 4 volt, and resistance എന്താവും, സീരീസ് ആവും. അപ്പോൾ ഈ ഒരു പോർഷനെ നമുക്ക് ഈ ഒരു വോൾട്ടേജ് സോഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സർക്യൂട്ട് എങ്ങനെ വരും നമുക്ക് വരച്ചു നോക്കാം. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, മാക്സിമം പവർ കണ്ടുപിടിക്കണം. മാക്സിമം പവർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, VTH² ഡിവൈഡഡ് ബൈ 4RTH ആണ് ഇക്വേഷൻ. ഏതൊക്കെ ടേംസ് ആണെങ്കിലും ആവശ്യമുള്ളത്, VTHന്റെ വാല്യൂ എന്താണെന്ന് അറിയണം, അതുപോലെ തന്നെ RTHന്റെ വാല്യൂ എന്താണെന്ന് അറിയണം. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്യുക. ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ് വോൾട്ടേജ് സോഴ്സസിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. കറണ്ട് സോഴ്സസ് ഉണ്ടെങ്കിൽ ഓപ്പൺ സർക്യൂട്ടും ചെയ്യുക. ഇവിടെ രണ്ടും വോൾട്ടേജ് സോഴ്സ് ആണ്, അതുകൊണ്ട് രണ്ടും ഷോർട്ട് സർക്യൂട്ട് ആണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു 3 ohm ഉണ്ട്, ഇവിടെ ഒരു 3 ohm ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ നോക്കുന്നത്, ലോഡ് ടെർമിനൽസിന്റെ അവിടെ നിന്ന്. അപ്പൊ എന്താണ്, 5ഉം 2ഉം വരുന്നത് പാരലലും, അതിന് സീരീസ് ആയിട്ട് 3ഉം ഇവിടെ ഒരു 3ഉം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് എന്ത് വരും, 5 into 2 ഡിവൈഡഡ് ബൈ 5 plus 2 7 plus 6 വരും അല്ലേ, is equal to 52 divided by 7 നമുക്ക് എഴുതാം. 52 divided by 7. ഇനി നമ്മൾ VTH കാണാൻ പോവാണ്. VTH കാണുമ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VThevenin ആണ് നമുക്ക് കാണേണ്ടത്. അതായത് ഈ ജംഗ്ഷനിൽ വരുന്ന വോൾട്ടേജ് ആണ് നമുക്ക് കാണേണ്ടത്. ഈ ഒരു ജംഗ്ഷനിൽ വരുന്ന വോൾട്ടേജ് എത്രയാണോ അതാണ് നമുക്ക് എന്ത് വരുന്നത്, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആയിട്ട് വരുന്നത്, ലോഡ് റെസിസ്റ്റൻസ് മാറ്റിക്കഴിഞ്ഞാൽ. അറ്റ് നോഡ് 1 KCL അപ്ലൈ ചെയ്യുമ്പോൾ VTH ഇവിടുത്തെ വോൾട്ടേജ് മൈനസ് ഇവിടുത്തെ വോൾട്ടേജ് 10 ഡിവൈഡഡ് ബൈ ആ ബ്രാഞ്ചിൽ വരുന്ന റെസിസ്റ്റൻസ് എന്താണ്, 5 ohm, 5 പ്ലസ് VTH മൈനസ് 4 ഡിവൈഡഡ് ബൈ ഈ 4 വോൾട്ടേജ്, അതിൽ വരുന്ന റെസിസ്റ്റൻസ് 2 ഈക്വൽ ടു 0. കറക്റ്റ് അല്ലേ? RL എന്ന് പറയുന്നത് റിമൂവ് ചെയ്ത് ഓപ്പൺ സർക്യൂട്ട് ആയി ഇട്ടിട്ടുള്ളതുകൊണ്ട് ഈ 3 ohmന്റെ 2 റെസിസ്റ്റൻസിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അതിന്റെ നമ്മൾ വോൾട്ടേജ് ഒന്നും എടുക്കാത്തത്. അപ്പൊ ഇതിന്റെ നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ VTH is equal to 40/7 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഇക്വേഷൻ നമ്പർ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. VTH² ഡിവൈഡഡ് ബൈ 4RTH സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്ത് നോക്കണം, കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1.099 വാട്ട് ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, ആദ്യം കറണ്ട് സോഴ്സും പാരലൽ ആയിട്ട് വരുന്ന റെസിസ്റ്റൻസിനെ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആയിട്ട് റീപ്ലേസ് ചെയ്തു. അതിനുശേഷം തെവനിൻസ് റെസിസ്റ്റൻസും തെവനിൻസ് വോൾട്ടേജും സെപ്പറേറ്റ് കണ്ടു. ലോഡ് റെസിസ്റ്റൻസിന്റെ സൈഡിൽ നിന്ന് നോക്കുന്ന രീതിയിൽ നമ്മൾ റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. അതാണ് തെവനിൻസ് റെസിസ്റ്റൻസ് വരുന്നത്. പിന്നെ വരുന്നത് ഇവിടെ KCL അപ്ലൈ ചെയ്തിട്ട് നമ്മൾ തെവനിൻസ് വോൾട്ടേജ് കണ്ടുപിടിച്ചതാണ്. അത് രണ്ടും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അൺനോൺസ് ഒക്കെ കഴിഞ്ഞു. VTHും കിട്ടി, നമുക്ക് RTHും കിട്ടി. നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് P മാക്സിന്റെ വാല്യൂ എന്ത് വരും, 1.099 വാട്ട്. Okay. 5th question. The value of equivalent load resistance R ആണ് കേട്ടോ, load resistance R, to be connected across a battery of internal resistance small r. Internal resistance small r ആണെന്ന് പറയുന്നത്. To get maximum power transfer to load. Maximum power transfer to load കിട്ടണമെങ്കിൽ എന്താവണം, load resistance must be equal to Thevenin resistance. ഇവിടുത്തെ കേസിൽ ആകെ ഇന്റേണൽ റെസിസ്റ്റൻസ് മാത്രം ഉള്ളതുകൊണ്ട് R ഇന്റേണൽ ഈക്വൽ ആയിരിക്കണം, അതായത് സ്മോൾ ആറിന് ഈക്വൽ ആയിരിക്കണം. അപ്പൊ ക്യാപിറ്റൽ R must be equal to സ്മോൾ r എന്നുള്ളതാണ് കണ്ടീഷൻ. ഓപ്ഷൻ D. ഓക്കെ അല്ലേ? DC സോഴ്സ് ഹാവിങ് ആൻ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്, അതായത് VTHന്റെ വാല്യൂ ഡയറക്റ്റ് 24 വോൾട്ട് ആണെന്ന് തന്നിട്ടുണ്ട്. ആൻ ഇന്റേണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, അതായത് RTHന്റെ വാല്യൂ 1.2 ohm ആണെന്ന്
ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മാക്സിമം പവർ ഡിസിപ്പേറ്റഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മാക്സിമം പവർ ഡിസിപ്പേറ്റഡ് എന്താണ്? നമുക്ക് ഇക്വേഷൻ ഓൾറെഡി അറിയാം. VTH² ഡിവൈഡഡ് ബൈ 4RTH. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 24 × 24 ഡിവൈഡഡ് ബൈ 4 × 1.2 വരും. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ 4 6 24.2 120 വാട്ട് എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി 120 വാട്ട്. ഓക്കെ അല്ലേ? മാക്സിമം പവറിനാവുമ്പോൾ എന്താണ് കണ്ടീഷൻ? RL മസ്റ്റ് ബി ഈക്വൽ ടു RTH. അപ്പൊ നമുക്ക് RTH ആദ്യം കണ്ടുപിടിക്കാം. AB എന്ന് പറയുന്ന ഈ ഒരു 2 ടെർമിനലിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ടാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് വരും? വോൾട്ടേജ് സോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 6ഉം 8ഉം എന്തായിട്ട് വരും? പാരലൽ ആയിട്ട് വരും. 6 × 8 ഡിവൈഡ് ബൈ 6 + 8 14 പാരലൽ ആയിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതിലത്തെ 12 എന്ന് പറയുന്ന വാല്യൂ അതിന് സീരീസ് ആയിട്ട് വരുന്ന 12 ഓമിന്റെ ഈ വാല്യൂ. കാരണം 6ഉം 8ഉം കൂടെ നമ്മൾ ഒരു സിംഗിൾ റെസിസ്റ്റൻസ് 6 × 48/14 വെച്ച് റീപ്ലേസ് ചെയ്തു. പിന്നെ വരുന്നത് ഇവിടെ ഒരു 5 ഓം ഉണ്ട്, ഇവിടെ ഒരു 12 ഓം ഉണ്ട്. അപ്പൊ 12 ഓമും 48/14ഉം സീരീസിലാണ്. അത് പാരലൽ ടു ഏതാണ്? 5 ഓം ആയിരിക്കും. അതാണ് നമ്മുടെ എന്ത് വരുന്നത്? RTHന്റെ വാല്യൂ വരുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 3.776 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് നോക്കുക. കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് തന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്റേണൽ റെസിസ്റ്റൻസ് തന്നിട്ടില്ലെങ്കിൽ കണ്ടുപിടിച്ച് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സാമ്പിൾ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ RTHന്റെ വാല്യൂ കണ്ടുപിടിക്കുക എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് VTHന്റെ വാല്യൂ ആണ്. നേരത്തെ പോലെ തന്നെയാണ്, പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? ഇവിടെ VA എന്നുള്ള വോൾട്ടേജും ഇവിടെ VB എന്നുള്ള വോൾട്ടേജും ആണ് വരുന്നത്. നമുക്ക് കിട്ടേണ്ട വോൾട്ടേജ് VAB എന്തായിരിക്കും? VA - VB ചെയ്തതായിരിക്കും. അപ്പൊ നമുക്ക് 2 നോഡിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യാനുണ്ട്. ഓക്കെ, 2 നോഡിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നോഡ് എയില് നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യാണ്. ഫസ്റ്റ് ഇവിടെ വോൾട്ടേജ് എ എന്നാണ് എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? VA - 6 ഡിവൈഡഡ് ബൈ 6. ഇവിടെ വരുന്ന റെസിസ്റ്റൻസ് 6 ഓം മാത്രമല്ലേ? പ്ലസ് ഇനി അടുത്ത ബ്രാഞ്ച് എടുത്തു. ഈ ഒരു ബ്രാഞ്ച് ബേസിൽ VA മാത്രമേ ഉള്ളൂ. VA ഡിവൈഡഡ് ബൈ 8 പ്ലസ് VA ഇവിടെ ഒരു വോൾട്ടേജും കൂടി ഉണ്ട്, അത് മറക്കരുത്. VA/5 എന്ന് എഴുതി വെക്കരുത്. VA കൂടാതെ ഇപ്പുറത്തെ ഒരു വോൾട്ടേജ് VBയും കൂടി വരുന്നുണ്ട്. അപ്പൊ VA - VB ഡിവൈഡഡ് ബൈ 5 = 0. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 0.491 VA - 0.2 VB = 1 എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുക. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇതുപോലെ തന്നെ നമ്മൾ സെക്കൻഡ് നോഡ് B നോഡിന്റെ കേസിൽ ഇക്വേഷൻ ഏതാണെങ്കിൽ എന്ത് വരും? VB ഡിവൈഡഡ് ബൈ 12 പ്ലസ് VB - VA ഡിവൈഡഡ് ബൈ 5 = 0. ഇതിൽ നിന്ന് ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 0.283 VB - 0.2 VA = 0 എന്നുള്ള ഇക്വേഷൻ ആണ്. ഇനി 1 and 2 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് VAയുടെ വാല്യൂ 2.859 എന്നും VBയുടെ വാല്യൂ 2.0211 എന്നും കിട്ടും. VAB ചെയ്ത് കഴിയുമ്പോൾ VA - VB ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക 0.8379 ആണ്. അപ്പോൾ VTH ആയി ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. RTH നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? നേരിട്ട് Pmaxന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. VTH² ഡിവൈഡ് ബൈ 4RTH. 0.8379 ഡിവൈഡഡ് ബൈ 4 × 3.776 വരും. ഓക്കെ,
ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 0.046 വാട്ട് എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാക്സിമം പവർ ട്രാൻസ്മിറ്റ് ചെയ്ത് കാണാൻ പറയുമ്പോൾ തെവിനിയൻസ് റെസിസ്റ്റൻസും വോൾട്ടേജും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് ശരിക്കും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ടോപ്പിക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫോർ നൗ.